പണ്ട് നമുക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. മുത്തശ്ശിമാരും അമ്മൂമ്മമാരൊക്കെ നമുക്ക് കടങ്കഥകൾ പറഞ്ഞു തരും. അപ്പോൾ ഒരുപാട് കടങ്കഥകൾ ആളുകൾക്കറിയാം. കടങ്കഥ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് കുട്ടികൾ കളിച്ചിരുന്നത് കടങ്കഥ പറഞ്ഞാണ് കളി, അല്ലെങ്കിൽ പാട്ട് പാടിയിട്ട് കളിച്ചിരുന്നു. ഇന്നങ്ങനെയല്ല, മൊബൈലിലെ ഗെയിംസാണ് ഉള്ളത്, അതാണ് കുട്ടികൾ കളിക്കുന്നത്. ഇപ്പോൾ ഏതൊരു വീടിൻ്റെ മുൻപിൽ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ കുട്ടികൾ 4ഉം 5ഉം കുട്ടികൾ പരസ്പരം മിണ്ടാതെ ഓരോ ഭാഗത്തിരുന്ന് അവരുടെ കയ്യിലെല്ലാവരുടെ കയ്യിൽ ഓരോ മൊബൈലുണ്ടാവും. അതിലിരുന്നു കൊണ്ട് പണ്ടത്തെ മുത്തശ്ശി വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്ന മാതിരി തേച്ചുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പണ്ടങ്ങനെയല്ല, കുട്ടികൾ ഓടിച്ചാടി കളിച്ചിരുന്നു, ഒരുപാട് കളികൾ കളിച്ചിരുന്നു, മണ്ണിൽ പോയി കളിച്ചിരുന്നു. അവർക്ക് രോഗങ്ങളെന്ന് പറയുന്ന സാധനം വളരെ ചുരുക്കമാണ്. ചെരുപ്പ് എന്ന് പറയുന്ന സാധനം 10ാം ക്ലാസ് വരെ ഉപയോഗിക്കാത്തവനാണ് ഞാൻ. എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഏത് മണ്ണിൽ കൂടെ ഏത് കല്ലിൽ കൂടെ നടക്കുക, അങ്ങനെയുള്ളൊരു യാതൊരു പ്രശ്നം. ഇന്ന് ജനിച്ച ഉടനെ തന്നെ ഒരു കുട്ടിക്ക് അപ്പോൾ തന്നെ ചെരുപ്പ് ഇടുക എന്നുള്ള, ഷൂ ഇടുക അല്ലെങ്കിൽ ഒരു സോക്സ് ഇടുക എന്നുള്ള സിസ്റ്റമാണ്. അപ്പോൾ പണ്ട് മുത്തശ്ശി കഥകളിൽ ഒരുപാട് ഇതുകൾ പറയുന്നത് കടങ്കഥ എന്ന് പറയുന്നുണ്ട്. കടങ്കഥ പറഞ്ഞിരുന്ന് കളിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശി പറയും, അധികം കടങ്കഥ പറഞ്ഞാൽ കുടുംബത്തിൽ കടം വരുന്നു. അതും തമാശയുടെ കൂട്ടത്തിൽ പറയുന്ന, ഒരു കടവും വരില്ല. അപ്പോൾ 1001 കടങ്കഥ, 500 കടങ്കഥ, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഇഷ്ടമുണ്ട്. അതിലൊരു കടങ്കഥയിൽ നിന്ന് തുടക്കം. അമ്മ കറുമ്പി മകള് വെളുമ്പി മകളുടെ മകള് അതിസുന്ദരി. അമ്മ കറുമ്പി മകള് വെളുമ്പി മകളുടെ മകൾ അതിസുന്ദരി. അപ്പോൾ ഇത് ഒരു താളിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ താളിക്ക് ഈ കടങ്കഥയായിട്ടുമല്ല, അതിനേലും വലിയ ഔഷധ ഗുണമുള്ളൊരു ഇതാണ്. പണ്ട് കാലത്തിൽ കേരളത്തിലെ സ്ത്രീകളും ഒട്ടുമിക്ക സ്ത്രീകളും കുളിക്കാൻ പോകുന്ന കുളത്തിൻ്റെ പക്കത്ത് ഈ താളി ഉണ്ടാവും. അതായത് വെള്ളിലത്താളി എന്നാണ് പറയാം. അതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ വെളുത്ത ഇല, വെള്ളിലത്താളി. ഈ ഇല കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇത് കറക്കും. അതേമാതിരി ഇത് പൂവ് കൊഴിഞ്ഞു പോയിട്ട് ഇതിൽ കായ ഉണ്ടാവും. അത് കുളങ്ങളുടെ വക്കിൽ ഇഷ്ടംപോലെ ഉണ്ടാവും. ഇത് പറിച്ച് അരച്ച് അവിടെ കല്ലിലിട്ടിട്ട് അരച്ച് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ താളിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് പണ്ട് കാലത്ത് താളിയായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരുപാട് താളികളുണ്ട്. അതിൽ ഒരു താളി ഈ വെള്ളിലയാണ്. സ്ത്രീകൾ കുളിക്കാൻ പോകുമ്പോൾ പണ്ട് കാലത്ത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതാണ്. അപ്പോൾ ഇതിന് പ്രത്യേകത എന്താണെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് വളർച്ച കൂടും. ഇന്ന് കാലം മാറി, ഇന്ന് ഷാമ്പൂ എന്ന് പറയുന്ന സാധനമാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇത് കാണാത്ത സ്ത്രീകൾ കേരളത്തിൽ ഇപ്പോഴും ഇഷ്ടം പോലെ ഉണ്ടാവും. ടൗണിലുള്ളവരൊന്നും ഇത് കണ്ടിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും ഇത് കണ്ടാൽ അത് പറിച്ചെടുക്കുകയും ഒരിക്കലെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനെ ഈ താളി ഉപയോഗിക്കാതെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള താളി, അതായത് ഷാമ്പു ഉപയോഗിച്ചാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് 1-2 വാക്കുകൾ ഞാൻ പറയാം. വിശദമായിട്ട് പറയുന്നില്ല, കാരണം അത് വിറ്റ്, ആ സാധനം വിറ്റ് ഉപജീവനം നടത്തുന്ന ആളുകൾ ഒരുപാട് കമ്പനിക്കാരുണ്ട്. അവരെക്കുറിച്ച് കുറ്റം പറയാനോ നല്ലത് പറയാനോ ഞാൻ ആളല്ല. അപ്പോൾ നമുക്ക് ഒറിജിനൽ താളി എന്ന് പറയുന്നത് ഇത് അമ്മ കറുമ്പി മകള് വെളുമ്പി മകളുടെ മകൾ അതിസുന്ദരി എന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ കടങ്കഥയിൽ പറയുന്ന വാക്ക് വെള്ളിലത്താളി എന്നാണ്. അപ്പോൾ ഈ താളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരർത്ഥം കൂടിയുണ്ട്. താളി എന്ന് പറഞ്ഞാൽ തോഴി എന്നും കൂടെയുള്ള അർത്ഥമുണ്ട് താളി. അപ്പോൾ ഈ താളിയാണ് നമ്മൾ പണ്ട് കാലത്ത് സ്ത്രീകൾ കുളിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്നത്. സോപ്പിന് പകരം, ഷാമ്പൂവിന് പകരം, ഇപ്പോഴത്തെ ഷാമ്പൂവിന് പകരം. അപ്പോൾ ഇനി ഇപ്പോഴത്തെ ഷാമ്പൂവിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. ഇതേമാതിരി കോർമ്പയായിട്ട് 5 or 10 ഷാമ്പുകൾ കിട്ടും. ഇതിനെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നില്ല, കാരണം ഇത് പല കമ്പനിക്കാരുടെയാണ്. അത് കേരളത്തിലൊരു 10-100 കമ്പനിക്കാരുടെ ഷാമ്പു നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ വിലയാണ് അത്ഭുതം. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷാമ്പു കിട്ടും. എത്രയാണത്? ഈ ഷാമ്പുവിൻ്റെ ഇത് 6 ml ഷാമ്പു ഉണ്ട്. അപ്പോൾ ഇതിന് പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ചേർത്തിട്ടാണ് ഇത്. 5 രൂപയ്ക്ക് ഈ ഷാമ്പു വിൽക്കണമെങ്കിൽ ഇത് മഹാരാഷ്ട്രയിലെ ബോംബെയിൽ നിന്ന് ഉണ്ടാക്കി വരുന്നത് 5 രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ ഇവിടെ ലോക്കൽ കടക്കാരന് 2 രൂപയെങ്കിലും ലാഭം കിട്ടാണ്ട് ഇവനൊരെണ്ണം വിൽക്കില്ല. അപ്പോൾ 5 രൂപയിൽ 3 രൂപയാണ്.
പിന്നെ ബോംബെയിൽ നിന്ന് ഇവിടം വരെ സഞ്ചരിച്ച് വരണം. ഇതിൻ്റെ ഇടയിൽ 2 പേര് മാർക്കറ്റിങ്ങിലുണ്ടാവും. അവർ 2 പേരുടെ ലാഭം കഴിഞ്ഞ് അവൻ കമ്പനിക്കാരെ ഉണ്ടാക്കി പുറത്തിറക്കുമ്പോൾ ഇതിൻ്റെ വില, ഇതിൻ്റെ ഒരു കവറിന് 50 പൈസ വരും. അവൻ ഉണ്ടാക്കുന്ന സാധനത്തിന് വേറൊരു 50 പൈസയുടെ മൂല്യമുള്ളൊരു സാധനമാണ് ഇതിനകത്തേക്കുന്നത്. 5 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 50 റുപ്യയുടെ മൂല്യമുള്ള സാധനമാണ് ബോംബെയിൽ നിന്ന് സഞ്ചരിച്ച് വരുന്നത്. ഈ 50 പൈസയ്ക്ക് മൂല്യമുള്ള സാധനത്തിന് ആ കമ്പനിക്കാരന് ഇതിനകത്ത് എന്തൊക്കെ കൊടുക്കാൻ പറ്റും? സ്ത്രീകളുടെ മുടി വളരാനുള്ളത് ഉണ്ടാക്കാൻ പറ്റില്ല. അവൻ കുറേ ലിക്വിഡും സാധനങ്ങളൊക്കെ ചേർത്തിട്ട് ഉള്ള സാധനങ്ങളാണ്. ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി വളരുമെന്ന് ഞാൻ പറയില്ല. ഇത് എന്തിനാണ് പറ്റുന്നതെന്ന് പറയുന്നത്, ഞാൻ ഉപയോഗിക്കുന്നത് കാറ് കഴുകാൻ, ചെടികൾക്ക് അടിക്കാൻ. ചെടികൾക്ക് കീടങ്ങൾ വരുന്ന സമയത്ത് ഈ 5 രൂപയുടെ ഒരെണ്ണം വാങ്ങിയിട്ട് ഒരു വെള്ളത്തിൽ ഇട്ട് പതപ്പിച്ച് ആ പത ചെടികളിലേക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീടങ്ങളൊക്കെ നശിക്കും. ഇത് കീടങ്ങളൊക്കെ കംപ്ലീറ്റ് നശിക്കും. ഇത് കീടങ്ങൾ നശിച്ചിട്ടും അതിന് നല്ലതാണ്. പിന്നെ കാറ് കഴുകാൻ, ബൈക്ക് കഴുകാൻ, ഇതിനെല്ലാത്തിനും ഇത് പറ്റും. ഇതിനകത്ത് ഷാമ്പൂ എന്ന് പറയുന്നത് പതയുണ്ട്, ഒരുപാട് പതയുണ്ടാവും. ആ പത കാറ് കഴുകാൻ ഇതൊരു 5 രൂപയുടെ ഒരു സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് കാറ് കഴുകാം. ഇത് കൊണ്ടുപോയി തലയിൽ ഉപയോഗിക്കരുത്. അപ്പോൾ തലയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ മാതിരിയുള്ള പല ചെടികളും ഉണ്ട്. അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ സംരക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ സ്ത്രീകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണിത്, താളി എന്ന് പറയുന്നത്. താളി ഇത് കൂടാണ്ട് ചെമ്പരത്തി താളിയുണ്ട്. അങ്ങനെ ഒരുപാട് താളികളുടെ കാര്യം പറയുകയാണെങ്കിൽ 10-100 താളികളെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അതിലൊരു താളിയെക്കുറിച്ച് മാത്രമാണ് ഇന്ന് പറഞ്ഞത്. അപ്പോൾ ഇതേമാതിരി ഇനി വേറൊരു ദിവസം വേറൊരു താളിയെക്കുറിച്ച് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കൊച്ചു വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഏതെങ്കിലും ഇതേമാതിരി 1-2 ഐറ്റമായിട്ട് ഞാൻ വരാം. ഒരുപാട് നന്ദി, നമസ്കാരം.